തീരുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവത്തിന്റെ സ്നേഹിതനായി തീരുവാനാണ്. ലോകത്തിന്റെ സ്നേഹിതനായി തീരുവാൻ ഇച്ഛിക്കുന്നവനെ ദൈവ ശത്രുത്വമാണ്. ആമേ. അതുകൊണ്ട് ആമേ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമായിരിക്കുമ്പോൾ ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവ് സിസ്റ്റർ ജ്യോതി സാനന്ദിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരിമാരോടൊപ്പം ഇന്ന് രാത്രികാലം ദൈവവചനവുമായി ആയിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സമീപം ചെന്നിത്തലയിലെ പാസ്റ്റർ മോനിച്ചൻ അവരുടെ IPC ചർച്ചിലായിരുന്നു എന്റെ ഹസ്ബൻഡ് ആയിരുന്നത്. അങ്ങനെ ആ ഫാമിലിക്കകത്ത് പല പ്രാവശ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ആ ദൈവദാസൻ കുടുംബവുമായി വളരെ ബന്ധമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രികാലം ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിന് ഓർത്ത് എന്റെ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. തമിഴ്നാടിന്റെയും വിവിധ സ്റ്റേറ്റുകളിൽ വിവിധ രാജ്യങ്ങളിൽ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കാൻ ദൈവം ഭാഗ്യം നൽകി. എന്റെ മാതൃസഭയ്ക്കകത്ത് ദൈവദാസന്മാരുടെ വാക്കനുസരിച്ച് കീഴ്പ്പെട്ട് കർത്താവിന്റെ വേലയുടെ മുഖത്തിൽ ഓടുവാൻ ദൈവം ഇന്നയോളം സഹായിക്കുന്നുണ്ട്. ദൈവവചനം പറയുന്നു, അനുസരിക്കുന്നത് യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത്. ഈ അന്ത്യകാലഘട്ടത്തിൽ സകല ജഗത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. സഹോദരിമാര്, ഒരു കാലഘട്ടത്തിൽ പൗലോസ് ഒരു വാക്ക് പറഞ്ഞു, സഭാ യോഗങ്ങളിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ എന്ന്. അതുകൊണ്ട് പലരും മിണ്ടാതിരിക്കുന്നവരുണ്ട്. വഴക്ക് കൂടുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, ആമേൻ, മറ്റ് ഏതൊരു വിഷയത്തിനും മൗനം പാലിച്ചും ദൈവിക കാര്യങ്ങൾക്ക് മറ്റുള്ളവരോട് സത്യം സംസാരിക്കുന്നതിൽ ആമേൻ തിടുക്കമുള്ളവരായി ഈ അന്ത്യകാലഘട്ടത്തിൽ മാതൃകയുള്ള ജീവിതം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. നമ്മൾ എത്രത്തോളം മാതൃകയോടെ ജീവിച്ചാലും ക്രിസ്തു നാമനിമിത്തം നിന്ദിക്കപ്പെടേണ്ടി വന്നാലോ ലജ്ജിച്ചു പോകരുത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവാത്മനെ പഠിപ്പിച്ചത്, ദൈവത്തിന് വേണ്ടി എത്രത്തോളം വിശ്വസ്തത പരിപാലിക്കുമോ മറുഭാഗത്ത് വിശുദ്ധീകരിക്കും തോറും നമ്മെ ത്യാഗത്തോടെ ദൈവകരങ്ങളിൽ കൊടുക്കും തോറും ഫലമുള്ള വൃക്ഷത്തിന് ഏറ് വരുന്നത് പോലെ വിവിധ പ്രതിസന്ധികൾ കടന്നു വരാറുണ്ട്. പക്ഷെ അത് കണ്ട് ഭയപ്പെടേണ്ടവരല്ല, നിത്യതയിൽ എത്തുവോളം ഉത്തമമായി ജീവിക്കുന്ന ദൈവ ജനത്തിന് കട്ടതയുണ്ട്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വ്യക്തിയുടെ ആമേൻ, സ്തോത്രം, ഒരു സഹായത്താലല്ല, ദൈവാത്മാവിന്റെ ശക്തിയാലും സഹായത്താലും നമ്മുടെ ജീവിതം പൂർണ്ണമായി ദൈവകരന് വിട്ടുകൊടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ, സ്തോത്രം. സഹോദരിമാരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൽ മുമ്പന്തിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. കെംഗ്രയ സഭയുടെ ശുശ്രൂഷക്കാരത്തിയായി ഏവയെ ദൈവം ഉപയോഗിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമം പരിശോധിക്കുമ്പോൾ ദെബോരാളെ ദൈവം ഒരു പ്രവാചക ശുശ്രൂഷയ്ക്കായി ഉപയോഗിച്ചു എങ്കിലും രാജപദവി എന്ന പോലെ ആമേൻ രാജാക്കന്മാരുടെ മുമ്പിൽ ആ കർത്താവിന്റെ ദാസിയെ ദൈവം ശക്തമായി ഉപയോഗിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. രാജാക്കന്മാരെ കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒരു വലിയ മിറക്കിളാണ് യാഗേലിനെ കൊണ്ട് ദൈവം ചെയ്തത്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഓടി പ്രസംഗിക്കുന്നവരെക്കാൾ പ്രതിഫലമുള്ളത് വീട്ടിനകത്ത് മറങ്ങിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം വിട്ടുകളയാതെ ദൈവത്തിന് വേണ്ടി, സഹോദരിമാരെ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. കാലം പോകുന്ന പോക്കുകൾ, ലോകത്തിന്റെ സംഭവങ്ങൾ കാണുമ്പോൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ ക്രിസ്തുവിന് വേണ്ടി മാതൃകയോടെ ജീവിപ്പാൻ, കഷ്ടത സഹിക്കുവാൻ തിമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, കഷ്ടം സഹിക്ക. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി കഷ്ടം സഹിച്ചുകൊണ്ട് അപ്പന്റെ രാജ്യത്തിൽ എത്തിച്ചേരുവാൻ, നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ
സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലും ആരാധനയിലും മുൻപന്തിയിൽ നിന്ന പല സഹോദരികളും ഇതിനകത്ത് പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ തണുത്തു കിടക്കുന്ന ഒരു അന്തരീക്ഷം ഇന്ന് രാത്രിയിൽ ആദ്യമായി ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. ആകയാൽ പണ്ടത്തെ പോലെ ഒരു അനുഭവം തരയണമേ എന്ന് ചോദിക്കുന്ന ചിലരുടെ മുമ്പിൽ ഇന്ന് രാത്രിയിൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പരാജയത്തെ വിജയമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുമാറാകട്ടെ. ഇവിടെ യിരെമ്യാവിന്റെ പുസ്തകം 33:3 പറയുന്നുണ്ട്, ആമേൻ സ്തോത്രം, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും അഗോചരമായ ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. അപ്പോ ദൈവത്തോട് ചോദിക്കുക, ദൈവം അതിന് ഉത്തരം തരുവാൻ ശക്തനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സഹോദരിമാരായി ഒരുമിച്ച് കൂടി വിവിധ ചിന്തകളോടെ വിവിധ ആവശ്യങ്ങളോടെ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കപ്പെടുന്ന തന്റെ മക്കളുടെ കാര്യങ്ങളിൽ ഇന്ന് രാത്രികാലം യഹോവയുടെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം വല്ലഭത്വമുള്ളവനായി ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ശുശ്രൂഷകൾ ചെയ്തിട്ടും ആമേൻ ആത്മാർത്ഥമായി ദൈവവേല ചെയ്തിട്ടും അതിന് തക്ക വിടുതൽ കാണുവാൻ കഴിയാതെ മനസ്സ് പതറി ഭാരപ്പെടുന്ന ചിലർ ഇതിനകത്ത് ഉണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. ആമേൻ സ്തോത്രം. എത്ര അധ്വാനിച്ചിട്ടും ഹല്ലേലൂയ നന്മ കാണുവാൻ കഴിയുന്നില്ല. രണ്ടാമതായി ദൈവത്തിന്റെ ആത്മ പറയുന്നുണ്ട്, അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ വെട്ടിയ ഉറവുകളൊക്കെ ഫെലിസ്തീയ മല്ലന്മാർ മണ്ണിട്ട് മൂടി. പക്ഷെയോ ആമേൻ സ്തോത്രം, ഇസ്ഹാക്കിന്റെ കാലഘട്ടത്തിൽ അവരത് ആമേൻ വെട്ടും തോറും ആമേൻ സ്തോത്രം ഫെലിസ്തീയർ വഴക്കിട്ടു. എന്നാൽ മൂന്നാം ഘട്ടം അവർക്ക് വഴക്കിടുവാൻ കഴിയാതെ ആമേൻ ഇസ്ഹാക്കിന്റെ ഇടയന്മാർ അത് കുഴിച്ചെടുത്ത് ആമേൻ സ്തോത്രം റഹബോത്ത് എന്ന് പേരിട്ട് അതിൽ നിന്ന് അവരെ കുടിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധാനത്തിൽ പിടിച്ചെടുത്ത പല നന്മകളും ശത്രു അവകാശം ചൊല്ലി ഒതുക്കിയ മേഖലകളുടെ നടുവിൽ ഇന്ന് രാത്രി കരയുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മ 2025 ചില ഉറവകൾ തുറന്ന് തൃപ്തികരമാകുന്ന അനുഭവത്തിൽ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി
പിടിയുന്നു. ഹല്ലേലൂയ. ഹൃദയത്തിനകത്തുള്ള നിരാശകൾ കാരണം ആമേൻ സ്തോത്രം ശരീരം മൊത്തത്തിൽ ഡൗൺ ആകുകയാണ്. പലപ്പോഴും പിശാചിന്റെ തന്ത്രമാണ് കൊച്ചു കൊച്ചു വിഷയങ്ങൾ കടത്തിവിട്ടിട്ട് നമ്മെ നിരാശപ്പെടുത്തി പല ചിന്തകളാലും ആകുല ചിന്തയാക്കി നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ അകറ്റി നിർത്തുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ ആത്മ പറയുന്നുണ്ട്, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. ഹല്ലേലൂയ. വിവിധ ചിന്താഗതികളിലൂടെ നമ്മിൽ വ്യാപരിക്കേണ്ട ദൈവകൃപയെ അടച്ചുമൂടുവാൻ നോക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് ഒരു ഉത്തരം തരുന്നുണ്ട്. സ്തോത്രം. നിന്റെ ആത്മീക ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന ആമേൻ, നിന്റെ ശാരീരിക ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന മണ്ഡലങ്ങൾ എന്ന മേൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ആമേൻ, അവൻ ആരോഗ്യം വരുത്തുന്നവനാ, സൗഖ്യം വരുത്തുന്നവനാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മാനസിക ക്ഷീണം കാരണം ശരീരം ഡൗൺ ആകുകയാ. ആമേൻ സ്തോത്രം. ഇതിന്റെ മുൻപിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ പറയുന്നുണ്ട്, അവൻ സൗഖ്യം വരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. സൗഖ്യം വരുത്തുന്ന ദൈവം. ആമേൻ സ്തോത്രം. ചിലര് ആത്മീകമായി ക്ഷീണിക്കുമ്പോൾ ചില ബലഹീനതകൾ ഉണ്ടാകും. ആമേൻ സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, അതിന്റെ 1-ാം അധ്യായം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്, നിങ്ങൾ അധികം അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കണ്ടോ, രോഗം ആത്മീക അനുഭവങ്ങൾ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുന്നതെല്ലാം മറ്റു തലങ്ങളില, പരാജയത്തിന്റെ അനുഭവങ്ങളില. പക്ഷെ ദൈവ കൃപയുള്ള ഒരു വ്യക്തി ഏത് പരാജയത്തിന്റെ അനുഭവങ്ങൾ വന്നാലും, യോബ് എന്താ പറയുന്നത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ ജീവിക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ. പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ, ആത്മീക തലങ്ങൾ നമ്മെ തളർത്തിക്കളയുവാൻ പിശാച് പോരാടുമ്പോൾ, സഹോദരിമാരെ ഏറ്റവും പെട്ടെന്ന് തളർത്തിക്കളയുന്നത് സഹോദരിമാരെയാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കാരണം ഹവ്വയെ പരീക്ഷിച്ച ആ പിശാച് ഇന്നും നമ്മുടെ പിന്നാലെ ഉണ്ട്. പക്ഷെയോ ദൈവകൃപയുള്ള ഒരു മറിയെ പോലെ, കാരണം അവൾക്കറിയാം, ആമേൻ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഭൂതം പിടിച്ച് കിടക്കപ്പെടുമ്പോൾ ഈ മറിയെ യേശു കർത്താവ് സൗഖ്യമാക്കി. യേശുവിന്റെ മരണം വരെയും യേശുവിന്റെ പിന്നിൽ ഒരു ശിശിയായി ഈ മറിയ പിൻഗമിച്ചു. എന്നാൽ യേശുവിനെ അടക്കം കഴിഞ്ഞിട്ട് അവൾക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ ശരീരത്തിലെ സുഗന്ധവർഗമിടുവാൻ ആ സഹോദരി തലേ ദിവസം ഇടിച്ചു വെച്ച ആ വാസന ദ്രവ്യവുമായി യേശുവിന്റെ കല്ലറയ്ക്കൽ പോകുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വാത്സല്യ ദൈവമക്കളെ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഓരോ സുവിശേഷങ്ങളിലും ഓരോ തലങ്ങളിലാ പറയുന്നത്. പക്ഷെയോ ആമേൻ സ്തോത്രം, നമ്മൾ ഒറ്റയ്ക്ക് പോയോ കൂട്ടാളുണ്ടോ? പക്ഷേ ഒന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ പഠിക്കുമ്പോൾ അവൾ എനിക്ക് വേണ്ടി കല്ലറയുടെ വാതിൽക്കൽ നിന്ന് 6 കല്ല് ഉരുട്ടി മാറ്റുമെന്ന് ആമേൻ ദുഃഖത്തോടെ കടന്നു പോയവൾ, അവളുടെ ഹൃദയത്തിന്റെ ആകുലത അറിഞ്ഞ ദൈവം ആമേൻ സ്തോത്രം അവൾക്ക് വേണ്ടി റോമാൻ മുദ്ര കുത്തിയ ആമേൻ സ്തോത്രം കല്ല് അവിടെ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. അസാധ്യമെന്ന് തോന്നുന്ന പലതും ദൈവത്തിന്റെ ആത്മാവിന് സാധ്യമാണ്. ഇന്ന് രാത്രി കരയുന്ന വാത്സല്യ സഹോദരിമാരെ, അസാധ്യമെന്ന് തോന്നുന്നത് ദൈവത്തിന് സാധ്യമാണ്. അതെങ്ങനെയാ സംഭവിക്കുന്നത്? നമ്മുടെ വിശ്വാസത്താലാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. എബ്രായ ലേഖനം 11-ാം അധ്യായം പഠിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ വലിയൊരു പട്ടികയാണ് ഉള്ളത്. പക്ഷെ അതിന്റെ ഇടയിലും 35-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ ലഭിച്ചു. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും ആമേൻ മരിച്ചുപോയവർക്ക് വേണ്ടി കരയപ്പെട്ട സഹോദരിമാർ അവരെയൊക്കെ തിരിച്ചു പിടിക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പരാജയം കണ്ട് പതറുന്ന ഹൃദയം മാറ്റി വിശ്വാസത്തോടുകൂടെ അധികാരത്തോടുകൂടെ വാക്ക് പറഞ്ഞ് ജീവിപ്പിക്കേണ്ടതിന് ഇന്ന് രാത്രിക്കാലം ദൈവകരങ്ങൾ ഏൽപ്പിക്കുമെങ്കിൽ ഒരു പുതിയ ശുശ്രൂഷ തലമാക്കി ദൈവം വരും ദിവസങ്ങളിൽ ശുശ്രൂഷയിൽ ചിലരെ ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുക. ഇതിനകത്ത് ചിലര് ശുശ്രൂഷയിൽ പുതിയ അനുഭവങ്ങൾ നൽകി, പുതിയ അഭിഷേകത്തിന് നിറവ് നൽകി, പുതിയ വെളിപ്പാടുകൾ നൽകി. ആമേൻ. ആർക്കും പറയുവാൻ കഴിയാത്ത തലങ്ങളിൽ, ദൈവാത്മ വ്യത്യസ്തപ്പെട്ട തലങ്ങളിൽ ചിലരെ ഇതിനകത്ത് മാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം
പിശാച് നമ്മെ പ്രവാസത്തിൽ ഇട്ട് മൂടുകയാ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു ഹല്ലേലൂയ, പ്രവാസത്തിനകത്ത് അല്ലെങ്കിൽ പിശാചിന്റെ കസ്റ്റഡിക്കകത്ത് കിടക്കേണ്ടവരെല്ലാം ചടകുടങ്ങി പുറത്തു വരണം. ഹല്ലേലൂയ. ഏലിയാവ് സ്തോത്രം ചൂരച്ചെടിയുടെ തണലിൽ കിടന്നിട്ട് പുള്ളിക്കാരൻ ക്ഷീണിച്ച് മടുത്തിട്ട് പറയുക, മതി കർത്താവ്, എന്നെ അങ്ങ് എടുത്തുകൊള്ളണം. അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്തിട്ട് ഇതിനകത്തും ചില സഹോദരിമാർ ഹല്ലേലൂയ സ്തോത്രം എന്തിന് മതി കർത്താവേ എന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവാത്മ പറയുന്നു നിന്റെ മുൻപിൽ പുതിയൊരു വാതിൽ ദൈവം തുറക്കുക. നീ ഓടേണ്ട ഓട്ടം ഉന്നതമാ. ഇന്ന് രാത്രി സഹോദരി നീ ഉറങ്ങിക്കിടക്കേണ്ട വ്യക്തിയല്ല, ഒതുങ്ങിക്കിടക്കേണ്ട വ്യക്തിയല്ല. മതിയെന്ന് പറഞ്ഞ് സ്തോത്രം നീ പെൻഷൻ പറ്റി കിടക്കേണ്ട വ്യക്തിയല്ല. ഞാൻ പലപ്പോഴും ദൈവത്തോട് പറയാറുണ്ട്, കർത്താവ് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എനിക്ക് പെൻഷൻ വേണ്ട. സ്തോത്രം ഹല്ലേലൂയ. എനിക്ക് റെസ്റ്റ് വേണ്ട. ഹല്ലേലൂയ. ദൈവം തന്നെ ആയുസ്സും ആരോഗ്യം കർത്താവിനെ ഉയർത്തണം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുന്നു ആരാധിക്കേണ്ട ചിലർ ക്ഷീണിച്ച് കിടപ്പുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ട ചിലർ ഒതുങ്ങി കിടപ്പുണ്ട്. ഇന്ന് രാത്രി ചടകുടങ്ങി എഴുന്നേറ്റാട്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒതുങ്ങേണ്ടവരല്ല. സഹോദരിമാരെ, ഇത് അന്ത്യ കാലഘട്ടമാ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട കാലഘട്ടമാ. പല പത്രോസുമാരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു മർദ്ദി അതിരാവിലെ കല്ലറ വരെയും എഴുന്നേറ്റ് കടന്നു ചെല്ലുവാൻ തയ്യാറായതുപോലെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ എഴുന്നേൽക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ചത് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ദൈവം ഏൽപ്പിച്ചത് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ഹല്ലേലൂയ ദൈവപ്രവൃത്തിയുടെ മഹത്വം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ക്ഷീണിയായി മടിച്ചു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. മടിച്ചിരിപ്പാനല്ല, മടിയോടെ ഒതുങ്ങിപ്പോകുവാനല്ല. സ്തോത്രം. ചടകുടങ്ങി എഴുന്നേൽക്കണം. എന്നെ കൊണ്ട് ഇത് കഴിയുമോ? എന്നെ കൊണ്ട് പറ്റുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു